നമുക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു സോപ്പിലൊരു സോപ്പാണ് ദേ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ഉണ്ടാക്കേണ്ട താമസം ഷഡ്ഡവട എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആവുക. അപ്പോൾ നമുക്ക് ഏത് സോപ്പാണെന്ന് നോക്കിയാലോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ സോപ്പാണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ മാറാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുക വെട്ടിത്തിളങ്ങാന്നൊക്കെ പറയില്ലേ, നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഉള്ള ഒരു സോപ്പാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മുഖക്കൊരു വന്ന പാടുകൾ പോവാന്, കറുത്ത പാടുകൾ മാറാനൊക്കെ ആയിട്ട് ഈ സോപ്പ് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സോപ്പാണ്. നമ്മൾ ഇന്ന് 3 kg ആണ് മേക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. കറക്റ്റ് മെഷർമെന്റിലാണ് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ സുന്ദരക്കുട്ടൻ ആരാണെന്ന് അറിയൂ? നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട. നമ്മുടെ ആയുർവേദത്തിൽ ഈ സ്കിൻ കെയർ അതിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ മഞ്ചിഷ്ടയാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് വേറാണ്. നല്ല റിസൾട്ടാണ് നമുക്ക് സോപ്പിലായാലും ഫേസ് വാഷിലൊക്കെ ആയാലും നമുക്ക് കിട്ടുന്നത്. അപ്പൊ മഞ്ചിഷ്ടയുടെ സോപ്പ് നമുക്ക് 3 kg കറക്റ്റ് മെഷർമെന്റിൽ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ നമ്മൾ മഞ്ചിഷ്ട മേടിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൗഡേഴ്സ് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ് മേക്കിംഗ് കിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കണം, ഇനിയിപ്പോ സമയമൊന്നും ഇല്ലാത്തവരാണ്, ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പുകൾ മേടിക്കാം. അല്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ചിഷ്ടയുടെ സോപ്പ് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മളിതേ നമ്മുടെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഈ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ പതയൊക്കെയുള്ള ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണ് കേട്ടോ. ബേസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോപ്പിന്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ബേസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് മെഷീൻ കേട്ടോ. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്ത് ഈ ഒരു പരിവായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സോപ്പ് ബേസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേസ് കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ പിന്നെ പ്രീമിയം ക്വാളിറ്റി ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സോപ്പിലും ഈ സോപ്പ് ബേസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലരിങ്ങനെ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിച്ചിട്ട് ബേസിന് കട്ടിയില്ല, പതിയില്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം കേട്ടോ. ഇതുപോലെ ബേസ് കട്ടർ, വെയിറ്റ് മെഷീൻ ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ 3 kg ബേസ് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നോക്കി നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് ബേസ് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം സോപ്പ് ബേസ്. സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മഞ്ചിഷ്ടയുടെ പൗഡർ ഇവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം ഞാനൊരു 15 ഗ്രാമാണ് പൗഡർ എടുത്തിട്ടുള്ളത് മഞ്ചിഷ്ടയുടെ. അപ്പം നമുക്കിനി അതിലേക്ക് അലോവേരയുടെ ജെൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 കിലോ ബേസിലേക്കാണ് 15 ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളൊരു 15 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനിയുടെ ഓയിലാണ്. 0.5 ml ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കൊരു 12 ടാബ്ലറ്റോളം 3 kg ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അലോവേരയുടെ ജെല്ല് നിങ്ങളുടെ കയ്യിലില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാക്റ്റ് വെച്ചോ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ്, മെൽറ്റായ സോപ്പ് ബേസ് എടുക്കാം. ഇനി അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ.
അപ്പോൾ നമുക്ക് മഞ്ചിഷ്ടയുടെ പൗഡർ ആയുർവേദ ഷോപ്പുകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ല വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ മഞ്ചിഷ്ട മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സിലേക്ക്, നമ്മുടെ സോപ്പ് ബേസിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. മിക്സാക്കിയില്ലെങ്കിൽ കട്ട കട്ട പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ മിക്സായി കിട്ടും. ജെല്ലായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 3 kg ബേസിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 60 ml ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. മഞ്ചിഷ്ടയ്ക്ക് നമ്മൾ നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഓരോ മോൾഡിലേക്കായിട്ട് സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പിയേഴ്സ് മോൾഡാണ്, 100 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. കറക്റ്റ് 100 ഗ്രാമാണ് നമ്മുടെ സോപ്പുകൾ കിട്ടുക. പിന്നെ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. മഞ്ചിഷ്ടയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ടൊരു ഫ്രാഗ്രൻസ് ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ മഞ്ചിഷ്ടയുടെ കളറാണ് കേട്ടോ, നാച്ചുറൽ കളറാണ് നമ്മുടെ സോപ്പിന് വന്നിട്ടുള്ളത്. ഇതൊരു സ്ക്രബിങ് പോലെയാണ് കേട്ടോ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മോൾഡിലേക്കൊക്കെ ഒഴിച്ച് ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ ദേ നമുക്ക് 3 കിലോ ബേസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 29 സോപ്പ് കറക്റ്റ് 100 ഗ്രാമിൻ്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സോപ്പാണ് കേട്ടോ കിട്ടിയത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കറക്റ്റ് 3 kg ബേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് 30 സോപ്പ് കറക്റ്റ് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങളൊരു 50 ഗ്രാമോ 40 ഗ്രാമോ എങ്ങനെയും കൂടുതൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലും പിന്നെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പോകുന്നില്ലേ, അതുകൊണ്ടാണ് നമുക്കിവിടെ 29 സോപ്പും പിന്നെ ഒരു കുഞ്ഞ സോപ്പും കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചിഷ്ട ദേ ഇതിലൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ് യൂസ് ചെയ്യുന്നത്. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ സെയിലുള്ള സോപ്പാണ്, ഒരു സോപ്പാണ് സെയിൽ, കുറേ സോപ്പുകളുണ്ട് കേട്ടോ. കൂടുതൽ സെയിൽ അതിലൊരു സോപ്പാണ് നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ്. പിന്നെ നമ്മുടെ അലോവേറയുടെ സോപ്പ്, നീമിൻ്റെ സോപ്പൊക്കെ നല്ല മൂവിങ് ഉള്ള സോപ്പുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിൻ്റെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ എല്ലാ സോപ്പ് മേക്കിംഗ് കിറ്റുകളും ഉണ്ട്. 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകളുണ്ട് കേട്ടോ. ബേബി സോപ്പിൻ്റെ കിറ്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാം, ക്രീമുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കിറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്നൊരു ലൈക്കും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സോപ്പുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റ് ചെയ്യണതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നല്ല സൂപ്പർ സോപ്പുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.